1942 ഓഗസ്റ്റ് മാസം 11-ാം തീയതി ജനിച്ച് ആലുവ പൊന്റിഫിക്കൽ സെമിനാരിയിലും റോമിലെ പ്രൊപ്പഗാൻഡ യൂണിവേഴ്സിറ്റിയിലും വൈദിക പഠനം പൂർത്തിയാക്കി 1968 ജൂൺ മാസം 29-ാം തീയതി വൈദിക പട്ടം സ്വീകരിച്ച മൈക്കിൾ അച്ഛൻ 2025 നവംബർ മാസം 6-ാം തീയതി പുലർച്ചെ സ്വർഗപിതാവിൻ്റെ പക്കലേക്ക് യാത്രയായിരിക്കുകയാണ്. അച്ഛൻ്റെ അവസാന നാളുകളിൽ അച്ഛന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കി. എനിക്കതിനെക്കുറിച്ച് ആരോടും, തമ്പുരാനോടോ സഹപ്രവർത്തകരോടോ മറ്റുള്ളവരോടോ ഒരു പരാതിയും പരിഭവവും പറയാനില്ല. പൗലോസ്യൻ അപ്പസ്തോലൻ്റെ വാക്കുകൾ അന്വർത്ഥമാണ് അച്ഛൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, നല്ല യുദ്ധം ചെയ്തു, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ ആ വചനങ്ങൾ മൈക്കിളത്തിനെ സംബന്ധിച്ചിടത്തോളം 100% അർത്ഥപൂർണമാണ്. രോഗശൈലിയിലായിരുന്ന അവസരത്തിൽ അച്ഛൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, കാരണം എൻ്റെ ജോലികൾ ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇവിടെ രോഗശൈലിയിലായിരുന്നു മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു ദിവസം തന്നെ ആവർത്തിച്ച് അച്ഛൻ പലരോടും പറയുകയുണ്ടായി. ഞാൻ അച്ഛനെ കാണാൻ ചെന്ന അവസരത്തിൽ ഒരു ദിവസം തന്നെ രാവിലെ ഒരു അരമണിക്കൂറിനിടയ്ക്ക് 3 പ്രാവശ്യം ഇതേ വാചകം എന്നോട് പറയുകയുണ്ടായി. അച്ഛൻ്റെ അവസാന നാളുകളിലെ ആശുപത്രിയിൽ അച്ഛനെ സന്ദർശിക്കാനും അച്ഛന് രോഗീലേപനം നൽകുവാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ അന്നേരം പ്രാർത്ഥനാപൂർവ്വം തമ്പുരാനോട് പ്രാർത്ഥിച്ചു, നല്ല ഈ വൈദികൻ ആയുസ്സിൻ്റെ 83 വർഷവും പൗരോഹിത്യത്തിൻ്റെ 57 വർഷവും പൂർത്തിയാക്കി ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി മാത്രം ജീവിച്ച ഈ നല്ല പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് കർത്താവിൻ്റെ വസതിയിലേക്ക് എന്നും എത്രയും നേരത്തെ യാത്രയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അച്ഛനോട് ഞാൻ ആ അവസരത്തിൽ പറഞ്ഞു, പെട്ടെന്ന് മരിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം പണിതുകൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും എന്ന്. മൈക്കിളച്ചനോട് ഞാൻ പറഞ്ഞു, അച്ഛന് വേണ്ടി പണിയുന്ന ഭവനത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്, ഇനി പെയിൻറ്റിങ്ങോ വയറിങ്ങോ എന്തൊക്കെയോ നടക്കാനുണ്ട്, അതുകൊണ്ടാണ് കർത്താവ് വിളിക്കാനായിട്ട് താമസിക്കുന്നത്. അത് അച്ഛൻ ആഗ്രഹിക്കുന്ന ആ നിമിഷം എത്രയും വേഗം സംജാതമാകും, ഞങ്ങൾക്ക് അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ യാത്രയായത്. അപ്പോൾ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അച്ഛനും ഞാനുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം അതാണ്. ഞാൻ റോമിൽ പഠിച്ച് വൈദിക പട്ടം സ്വീകരിക്കുന്ന 1964 മൈക്കിളച്ചൻ തിയോളജി പഠിക്കാൻ വേണ്ടി റോമിലേക്ക് എത്തിച്ചേരുന്നത്, മലബാർ കോളേജിലേക്ക് എത്തിച്ചേരുന്നത്. അന്ന് അച്ഛൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ഞാൻ. മലബാർ കോളേജിൽ അന്ന് ഉള്ള ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ മൈക്കിളത്തിനെ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അച്ഛന് ഒരു അനുജന് കൊടുക്കാവുന്ന എല്ലാ സ്നേഹവും പരിഗണനയും എല്ലാം കൊടുത്തുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് ജീവിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 64-ലാണത്. ഇപ്പോൾ ഏതാണ്ട് 61 വർഷം പൂർത്തിയാകുന്നു. അന്ന് ആരംഭിച്ച ആ ജ്യേഷ്ഠ അനുജ ആ സഹോദര ബന്ധം, ആ സൗഹൃദം ഒരിക്കലും അത് മാഞ്ഞു പോയിട്ടില്ല. അത് കൂടുതൽ ആഴമായിട്ട് വരികയാണ് ചെയ്തത്. പ്രത്യേകിച്ചും ഈ ശാന്തിഭവനിലെ അച്ഛൻ്റെ അവസാന ദിവസങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി രോഗശൈലിയിലായിരുന്നപ്പോഴും അതിനു മുമ്പ് അച്ഛൻ ആരോഗ്യവാനായിരുന്നപ്പോഴും ഒക്കെ അച്ഛനെ ഞാൻ സന്ദർശിക്കുകയും ആ പഴയ സൗഹൃദം, പഴയ ഓർമ്മകളൊക്കെ പുതുക്കുകയും ചെയ്തു. ഇപ്പം റോമിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ സംഭവങ്ങൾ പറയാൻ എനിക്ക് അത് മറ്റാരും അറിയാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞാനതിവിടെ സൂചിപ്പിക്കുകയാണ്. അച്ഛൻ വൈദിക പഠനം, തിയോളജി പഠനം ആരംഭിച്ചപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ഒപ്പമുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും അച്ഛന് സഹായം നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് ഭാഷയൊന്നും പരിചയമില്ലാതെ റോമിലേക്ക് വന്നപ്പോൾ ഇറ്റാലിയൻ ഭാഷയൊന്നും അറിഞ്ഞുകൂടായിരുന്ന ആ അവസരത്തിൽ അച്ഛൻ്റെ യാത്രാവേളകളിലും മറ്റും ഒക്കെ ഒരു സഹായിയായിട്ട്, ഒരു ദ്വിഭാഷിയായിട്ട് ഞാൻ അച്ഛനെ അനുഗമിച്ചിരുന്നു. മറ്റ് ആവശ്യങ്ങളിലുമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരേ ഭവനത്തിലാണ് വസിച്ചിരുന്നത്. വളരെ കുറച്ച് അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിന് കൂടുതൽ ആഴമുണ്ടായിരുന്നു. പിന്നെ പഠിച്ച് അച്ഛൻ വൈദിക പട്ടം സ്വീകരിച്ചത് 4 വർഷം കഴിഞ്ഞ്. 1968 ജൂൺ മാസം 29-ാം തീയതിയാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. അതിനുശേഷം കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഞങ്ങൾക്ക് സെമിനാരിക്കാരൻ എന്നുള്ള നിലയിൽ നിന്നും പുരോഹിതൻ എന്ന പദവിയിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായി. ഞങ്ങൾ ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. ആ കാലഘട്ടത്തിൽ അച്ഛന്മാർ
മലയാളി അച്ഛന്മാർ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ആരും അവിടെ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല, ലൈസൻസ് എടുത്തിട്ടുമില്ല. ഞാനും കാര്യമറ്റത്തിന് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞ് അച്ഛൻ്റെ ആദ്യത്തെ അവധിക്കാലത്ത്, അതായത് പുരോഹിതനായതിനു ശേഷം ആദ്യത്തെ അവധിക്കാലത്ത് ഞാനും മൈക്കിൾ അച്ഛനും വേറെ 2 അച്ഛന്മാരും കൂടെ വിദേശയാത്ര നടത്തി. വിദേശയാത്ര എന്ന് പറയുമ്പോൾ ആദ്യത്തെ വിദേശയാത്ര, 1 മാസം തീർക്കുന്ന വിദേശയാത്ര യൂറോപ്പിലുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു. റോമിലെ പുണ്യസ്ഥലങ്ങൾ ഞങ്ങളല്ലാതെ തന്നെ കണ്ടു കഴിഞ്ഞിരുന്നു. പിന്നെ അസീസി, പിന്നെ പുറത്തോട്ട് പോകുമ്പോൾ ഫ്രാൻസിലെ ലിസ്യു, ആർസ്, ലൂർദ് തുടങ്ങിയ പുണ്യസ്ഥലങ്ങളെല്ലാം ഞങ്ങൾ സന്ദർശിച്ചു. അവിടെയൊക്കെ പ്രാർത്ഥിച്ചു. ആർസ് ജോൺ വിയാനിയുടെ സ്ഥലമാണ്. അവിടെ ഞങ്ങൾ പോയി ജോൺ വിയാനി കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്ന അതേ കാസ കൊണ്ട് ഞാനും മൈക്കിളച്ചനും കൂടെ ആ കാസ ഉപയോഗിച്ച് ദിവ്യബലി അർപ്പിച്ചത് ഞങ്ങൾ എന്നും സന്തോഷത്തോടെ ഓർമ്മിക്കാറുള്ള കാര്യമാണ്. അങ്ങനെ ആ 1 വർഷത്തെ അവധി കൊണ്ട് 1 മാസം കൊണ്ട് യൂറോപ്പിലെ പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. പിന്നത്തെ വർഷമായപ്പോൾ ഞങ്ങൾക്ക് വേറൊരാഗ്രഹം, ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊന്ന് സന്ദർശിക്കണമെന്നുള്ളത്. അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. കാരണം റഷ്യയിലേക്കും മറ്റും പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സെമിനാരിലെ റെക്ടറത്തിന് അനുവദിക്കുകയില്ല, ഞങ്ങളുടെ പിതാവ് അനുവദിക്കുകയില്ല, ഞങ്ങളുടെ വീട്ടുകാരറിഞ്ഞാൽ അതിന് തടസ്സം പറയും. അതുകൊണ്ട് ആരോടും പറയാതെ, ആരുടെയും അനുവാദം ചോദിക്കാതെ, മറ്റാരും അറിയാതെ ഞങ്ങൾ ആ സ്ഥലങ്ങളിലേക്കുള്ള വീസയൊക്കെ സംഘടിപ്പിച്ചു. ഞങ്ങളുടെ സ്വന്തം ഒരു വാഹനത്തിൽ മൈക്കിളത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം, ആ വാഹനത്തിൽ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. 1 മാസം ദീർഘിക്കുന്ന യാത്രയായിരുന്നു അത്. ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട് ഓസ്ട്രിയ വഴി പിന്നെ ഒരു 3-4 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, ചെക്കോസ്ലോവാക്യ, പോളണ്ട്, ഹംഗറി, ഇതെല്ലാം കടന്ന് ഞങ്ങളുടെ അവസാന ഡെസ്റ്റിനേഷൻ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ ആയിരുന്നു. മോസ്കോയിലും പോയി 1 ദിവസം താമസിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം കണ്ട് വരുന്നു. ഇത് ഞങ്ങളല്ലാതെ വേറെ ആരും അറിയുന്നില്ല. അറിഞ്ഞാൽ ഞങ്ങൾക്കത് കുഴപ്പമാണെന്നുള്ള അബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ യാത്ര മുഴുവൻ കഴിഞ്ഞ് മോസ്കോ മുതൽ റോം വരെയുള്ള 1000കണക്കിന് കിലോമീറ്ററുകൾ ഞങ്ങൾ വാഹനം ഓടിച്ച് പോന്നിട്ട് വഴിക്ക് യാതൊരുവിധ അപകടം ഉണ്ടായില്ല. വാഹനത്തിൻ്റെ ഒരു കേടുപാടുകളോ മെക്കാനിക്കൽ കംപ്ലൈൻറ്റോ ഒന്നും ഉണ്ടായില്ല. തമ്പുരാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ് അത്. അപ്പോൾ തമ്പുരാന് നന്ദി പറയുന്നു. മൈക്കിൾ കാര്യമറ്റത്തിനായിരുന്നു എനിക്കതിന് ധൈര്യം പകർന്നത്. ഞങ്ങൾ 2 മാത്രമേ വണ്ടി ഓടിക്കുന്നവരുണ്ടായിരുന്നുള്ളൂ. ഈ ദൂരം അത്രയും ഞങ്ങൾ വണ്ടി ഓടിച്ചു. പരുക്ക്, അപകടം ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഞങ്ങളിപ്പോൾ കാര്യമറ്റത്തിനെ കാണുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഓർമ്മ പുതുക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ ആ ധൈര്യം, അന്നത്തെ സാഹസയാത്രയ്ക്ക് മുതിരാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ആ ദൈവത്തെ ഇപ്പോഴും നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ ഇവിടെ തിരിച്ചെത്തിയതിന് ശേഷം മൈക്കിളച്ചന് ദീർഘമായ പഠനം റോമിൽ നടത്തി. വർഷങ്ങൾ നീണ്ട ബൈബിൾ പഠനം, ബൈബിളിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹം സ്വീകരിച്ചു, നേടിയെടുത്തു. ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ, അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം പറയുമ്പോൾ പൗരോഹിത്യത്തിൽ ഒരു പള്ളിയിൽ മാത്രമേ അദ്ദേഹം അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചുള്ളൂ. അത് ചെമ്പേരി ഫൊറോന പള്ളിയിലാണ്. അന്ന് അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചത് ഒഴികെ വേറെ ഒരു ഇടവക പള്ളിയിലും അച്ഛൻ വികാരിയായിട്ടോ അസിസ്റ്റൻ്റ് വികാരിയായിട്ടോ സേവനമനുഷ്ഠിച്ചിട്ടില്ല. മുഴുവൻ കാലവും ബൈബിൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ബൈബിൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അച്ഛൻ ഉപയോഗിക്കുകയായിരുന്നു. ബൈബിളിൻ്റെ അക്ഷരങ്ങൾ ഈ മലബാറിലുള്ള സകല ജനങ്ങളുടെയും സകല വിശ്വാസികളുടെയും മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി, ആ ബൈബിളിൻ്റെ പ്രകാശം, അതിൻ്റെ വെളിച്ചം കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ ജീവിതം മുഴുവൻ അച്ഛൻ മാറ്റിവെച്ചത്. എത്രയോ പുസ്തകങ്ങളാണ് അച്ഛൻ ബൈബിൾ സംബന്ധമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഏറ്റവും അറിയപ്പെടുന്നത് ബൈബിൾ ചിത്രകഥ. അത് ഈ കേരളത്തിൽ മാത്രമല്ല വിദേശ ഭാഷകളിലേക്കൊക്കെ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എന്തുമാത്രം കുട്ടികളാണ് അത് പഠിച്ച് ബൈബിളിനെക്കുറിച്ചുള്ള അവഗാഹം നേടിയത്. അതിനുശേഷം ഒത്തിരി പുസ്തകങ്ങൾ അച്ഛൻ ബൈബിൾ സംബന്ധമായിട്ട് ഇപ്പോഴും ഈ അവസാന കാലത്ത് വരെയും അച്ഛൻ ബൈബിൾ പ്രഭാഷണം ടെലിവിഷൻ ചാനലുകളിലൂടെ, യൂട്യൂബിലൂടെ നടത്തിക്കൊണ്ടാണ് ഇരുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അച്ഛന് മരണവാറൻ്റ് ഡോക്ടർ പുറപ്പെടുവിച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നുള്ളൊരു സൂചന നൽകിയതിന് ശേഷം പോലും അച്ഛൻ്റെ മുറിയിൽ, ഞാൻ മുറിയുടെ മുന്നിൽ കൂടെ നടക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ കിടക്കും. അത് കഴിഞ്ഞ് ബാക്കി അച്ഛന്മാർക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങുമ്പോൾ അച്ഛൻ്റെ മുറിയിലെ പുസ്തകങ്ങളുടെ നടുവിലിരുന്ന്
വായിക്കുക, എഴുതുക, ഇതൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അച്ഛനറിയാം അച്ഛൻ്റെ മരണം അടുത്ത് തന്നെ എത്തിയിരിക്കുന്നു. പടിവാതിക്കൽ എത്തി നിൽക്കുന്ന മരണം അവിടെ നിർത്തിയിട്ട് അച്ഛൻ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് വീണ്ടും മടങ്ങുകയായിരുന്നു. പുസ്തകങ്ങളോട് ഇതുപോലെ പ്രതിബദ്ധതയുള്ള, പഠിക്കാനും പഠിപ്പിക്കാനും ഇതുമാത്രം കഴിവും താല്പര്യമുള്ള അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛൻ്റെ ഈ ബൈബിളിലെ അഗാധ പാണ്ഡിത്യം കണക്കിലെടുത്തുകൊണ്ടാണ് സീറോ മലബാർ സഭ മൽപ്പാൻ എന്ന ആ മഹനീയമായ പദവി കൊടുത്ത് അച്ഛനെ ആദരിച്ചത്. കേരള സഭയിലെ 2 മൽപ്പാന്മാർ മാത്രമേ, ഒന്ന് ചങ്ങനാശ്ശേരി രൂപത്തിലെ അച്ഛൻ മൽപ്പാനുണ്ട്, പിന്നെ ഉള്ളത് നമ്മുടെ കാര്യമരത്തിൽ അച്ഛൻ മാത്രമാണ്. അപ്പോൾ അച്ഛന് മൽപ്പാൻ പദവി കൊടുത്ത് ആദരിച്ചത് ഏറ്റവും അച്ഛൻ അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞങ്ങൾക്കെന്ന് പറയുകയുണ്ടായി. കാരണം അച്ഛൻ്റെ ബൈബിളിനെക്കുറിച്ചുള്ള പാണ്ഡിത്യം അത്ര ആഴപ്പെട്ടതാണ്. അത് എന്തുമാത്രം ജനലക്ഷങ്ങൾക്കെന്ന് പറയാം ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. ഈ പാണ്ഡിത്യമെല്ലാം ഉണ്ടെങ്കിലും അച്ഛൻ സാധാരണ വൈദികനായിട്ടാണ് ജീവിച്ചിരുന്നത്. അച്ഛൻ്റെ സിംപ്ലിസിറ്റി എല്ലാ വൈദികരും നോക്കിക്കണ്ട് അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒന്നാണ്. സാധാരണക്കാർക്കത് പറ്റുകയില്ല. എല്ലാവരും പദവികളും പ്രൗഢികളും ആഗ്രഹിക്കുന്നവരാണ്. അത് കിട്ടാതെ വരുമ്പോൾ പരിഭവം ഉണ്ടാകും. മൈക്കിൾ കാര്യമരത്തിന് അങ്ങനെയൊന്നുമില്ലായിരുന്നു. അച്ഛൻ ഒരു ലൗകികമായിട്ടുള്ള ഒരു മോഹങ്ങളും അച്ഛനില്ലായിരുന്നു. പണത്തോടൊരു ആർത്തിയുമില്ലായിരുന്നു. അച്ഛൻ ഇങ്ങനെ ഒരു ക്യാഷ് ബാലൻസോ ബാങ്ക് അക്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ പണത്തിനോട് ഒരു താല്പര്യവും ഒരു പ്രതിബദ്ധതയും ഇല്ലാതിരുന്നൊരു സാധാരണ വൈദികൻ. എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന, ഒത്തിരി സംസാരിക്കുന്നയാളല്ല, ഒത്തിരി വായിക്കുന്ന ആൾ, ഒത്തിരി എഴുതുന്നയാൾ, പക്ഷേ ഒത്തിരി സംസാരിക്കുന്നയാളല്ല. അങ്ങനെ വെറുതെ പരദൂഷണം പറഞ്ഞ് സമയം ചിലവാക്കുന്ന ഒരു രീതി അച്ഛനില്ലായിരുന്നു. ഞങ്ങൾ പലപ്പോഴും അച്ഛന്മാർ കൂട്ടം കൂടി എന്ന് വർത്തമാനം പറയാറുണ്ട്. മൈക്കിളത്തിന് അതിലെ വന്നു കഴിഞ്ഞാൽ ഹായ് എന്ന് പറഞ്ഞിട്ട് അതിലേ അങ്ങ് പോവുകയുള്ളൂ. ആ പരദൂഷണ കമ്പനിയിലേക്ക് അച്ഛൻ ഒരിക്കലും, പരദൂഷണം എന്ന് പറഞ്ഞാൽ വെറുതെ ദോഷകരമായിട്ടുള്ളൊന്നും അല്ല പറയുന്നതെങ്കിലും തമാശയൊക്കെ പറയുമ്പോൾ അതിന് പോലും നിൽക്കാതെ അത്രയ്ക്ക് മാന്യമായിട്ടുള്ളൊരു പെരുമാറ്റം അച്ഛൻ തലശ്ശേരി അതിരൂപതയിലെ വൈദിക കൂട്ടായ്മയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ജീവിത നാൾ വഴി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പുരോഹിത പട്ടം സ്വീകരിച്ച ഡോക്ടറേറ്റൊക്കെ എടുത്ത് തിരിച്ചു വന്നതിന് ശേഷം ആദ്യം അച്ഛൻ ചെമ്പേരിയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചതിന് ശേഷം ബൈബിൾ ട്രാൻസ്ലേഷൻ, ബൈബിൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി POCയിൽ കുറച്ച് നാൾ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ വർഷക്കാലം സന്ദേശഭവനിലെ ബൈബിൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അന്നാണ് അച്ഛൻ ബൈബിൾ ചെറുകഥയും ബൈബിൾ ചിത്രകഥയും എല്ലാം എഴുതി പ്രസിദ്ധീകരണങ്ങളൊക്കെ ആരംഭിച്ചത്. അതിനുശേഷം അച്ഛൻ ഇവിടെ ഒരു വർഷങ്ങളോളം ചെലവഴിച്ചതിന് ശേഷം അച്ഛൻ ചാലക്കുടിയിലുള്ള ഡിവൈൻ ബൈബിൾ കോളേജിലേക്കാണ് പോയത്. അവിടെ ബൈബിൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതാനും വർഷം അവിടെ ബൈബിൾ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ മേരിമാതാ കോളേജ്, തൃശ്ശൂരിലെ മേരിമാതാ സെമിനേരിയിലാണ് അച്ഛൻ അവസാനം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ ദീർഘവർഷങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ അച്ഛന് ശിഷ്യസമ്പത്ത്, നമുക്ക് എണ്ണിത്തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ശിഷ്യസമ്പത്തുള്ള ഒരാളാണ് അച്ഛൻ. അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ അച്ഛൻ്റെ മുറിയിൽ സന്ദർശകർ വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കൂടുതലും ബൈബിൾ സംബന്ധമായിട്ടുള്ള ബന്ധത്തിലാണ് അച്ഛനെ കാണാൻ ആളുകൾ വരുന്നത്. ബൈബിൾ ചിത്രകഥ വായിച്ച്, ബൈബിൾ പുസ്തകങ്ങൾ വായിച്ച്, അച്ഛൻ നിരവധി മറ്റു പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് അച്ഛനെക്കുറിച്ചുള്ള മതിപ്പ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അച്ഛനിൽ നിന്നും കൂടുതൽ പഠിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ അച്ഛനെ കാണാൻ വേണ്ടി എപ്പോഴും അച്ഛൻ്റെ മുറിയിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കി കഴിയുമ്പോൾ അച്ഛനൊരു അസാമാന്യ മനുഷ്യനാണ്. ഒരു സാധാരണക്കാർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഉയരത്തിലേക്ക് വളർന്ന ഒരു നല്ല വൈദികൻ മൈക്കിൾ കാരമരത്തിൽ അച്ഛൻ. ഇന്ന് അച്ഛൻ 83 വയസ്സ് പൂർത്തിയാക്കി 84ാമത്തെ വയസ്സിൽ സ്വർഗപിതാവിൻ്റെ പക്കലേക്ക് യാത്രയാകുമ്പോൾ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ മൈക്കിൾ അച്ഛനെ പോലെ സിമ്പിളായിട്ടുള്ളൊരു ജീവിതം, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ ധർമ്മം നിർവഹിക്കുക എന്നുള്ള കർമ്മം നിർവഹിക്കാനായിട്ട് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ 1964 ആരംഭിച്ച ഞങ്ങളുടെ ആ ബന്ധം, അത് സൗഹൃദം എന്ന് പറയുന്നതിനേക്കാൾ ഒരു സഹോദര ബന്ധം എന്നതിനെ വിശേഷിപ്പിക്കുകയാണ് നല്ലത്. ഈ കഴിഞ്ഞ 64 ആരംഭിച്ചത് ഇപ്പോൾ ഒരു 61 വർഷം ഞങ്ങൾ സഹോദരന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ വിനിമയം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു നല്ല ബന്ധം പുലർത്തി ജീവിച്ച 2 പേരാണ് ഞങ്ങൾ.
കരിമരത്തിൽ മൈക്കിൾ അച്ഛൻ ഇന്ന് ലോകത്തോട് യാത്ര പറയുമ്പോൾ അച്ഛൻ വളരെ മനോഹരമായ ഒരു ജീവിതം ദൈവജനത്തിന് കാഴ്ചവെച്ചതിന് ശേഷമാണല്ലോ പോയതെന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. എങ്കിലും ഞാൻ 64 എൻ്റെ ഒരു കുഞ്ഞനിയനായിട്ട് സ്വീകരിച്ച മൈക്കിൾ അച്ഛൻ എനിക്ക് ഈ ഭൂമിയിൽ നഷ്ടപ്പെടുകയാണല്ലോ എന്നുള്ള ഒരു ദുഃഖചിന്ത എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഞാനിന്ന് അച്ഛന് വേണ്ടിയിട്ട് അച്ഛൻ്റെ ബോഡി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒപ്പീസിയലി പ്രാർത്ഥിച്ചു. ഇനി അച്ഛൻ്റെ മരിച്ചടക്കിൽ സംബന്ധിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ എനിക്ക് നല്ല മാതൃക നൽകിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, തലശ്ശേരി രൂപതയിലെ വൈദിക സമൂഹത്തിന് മുഴുവൻ. അതിന് ഞാൻ അച്ഛന് നന്ദി പറയുന്നു. അച്ഛന് സ്വർഗസ്വനായ പിതാവ് നിത്യസമ്മാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.